യെസ്, വെൽക്കം ബാക്ക്. അതാ എൻ്റെ സൈഡിൽ ഒരു സൈഡിൽ പച്ചയുണ്ട്, മറു സൈഡിൽ ചുവപ്പുണ്ട്. ഇവരിങ്ങനെ നിരന്ന് നിൽക്കുന്നത് ചവിട്ട് നാടകം ഇവിടെ ആകെ ചവിട്ടി പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. BSS ഗുരുകുലം ആലത്തൂരിലെ പൊളി 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 പിള്ളേരാണ് വന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ സ്കൂളാണ് സ്കൂൾ തലത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ ട്രോഫി കൊണ്ടുപോയതാണ്, ഇത്തവണ കൊണ്ടുപോകുമോ? പിന്നെ കൊണ്ടുപോയിട്ടിരിക്കുള്ളൂ. കൊണ്ടുപോകും, കൊണ്ടേ പോകൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചവിട്ടി പൊളിക്കാം. ഓക്കെ, ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ഓക്കെ, റെഡി, ഗൺ. ഈ കലാസദസ്സിൽ വന്ന ബഹുമാന്യ ജനതകൾക്കും ഈ കലാസദസ്സിൽ വന്ന ബഹുമാന്യ ജനതകൾക്കും ഈ കലാകാരൊത്തു ചേർന്നു മംഗളം പാടിടുന്നേ 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 താം അതിന്റെ കത്തം ഈ കലാവിരുന്നിനാരംഭത്തിൽ തെളിച്ചോർക്കും ഈ കലാവിരുന്നിനാരംഭത്തിൽ തെളിച്ചോർക്കും പാടിടുന്നേ ഞങ്ങൾ ധന്യളിയ മംഗളം പാടിടുന്നേ ഞങ്ങൾ ധന്യളിയ മംഗളം പാടിടുന്നേ ഞങ്ങൾ ധന്യളിയ മംഗളം പാടിടുന്നേ ഞങ്ങൾ ധന്യളിയ മംഗളം അഖില ലോകം വാണരുളും സർവശക്തനും അഖില ലോകം വാണരുളും സർവശക്തനും വന്യരാം ഗുരുക്കളായവർക്കു മംഗളം വന്യരാം ഗുരുക്കളായവർക്കു മംഗളം ഈ കലവീരുന്നിനാരംഭ തിരിതെളിച്ചോർക്കോ ഈ കലവീരുന്നിനാരംഭ തിരിതെളിച്ചോർക്കോ പാടിടുന്നേ ഞങ്ങൾ ധന്യളിയ മംഗളം പാടിടുന്നേ ഞങ്ങൾ ധന്യളിയ മംഗളം പാടിടുന്നേ ഞങ്ങൾ ധന്യളിയ മംഗളം പാടിടുന്നേ ഞങ്ങൾ ധന്യളിയ മംഗളം താം ദയ്യത്താം തകത തിരിതി താ തിമൃതത്തതിമൃതം താതിന്റെ കത്തം അടിപൊളി അടിപൊളി അടിപൊളി. ഞാനിങ്ങനെ ഈ ചവിട്ട് നാടകം എന്ന് പറയുമ്പോൾ കാലിലേക്കാണല്ലോ ശ്രദ്ധിക്കേണ്ടത്, ചവിട്ടി പൊളിക്കാണല്ലോ. നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഷൂകൾ, കളറുള്ള. എക്സ്ചേഞ്ച് ചെയ്താലോ? ഇല്ല. അല്ലേ? അപ്പൊ എത്ര നാളത്തെ പ്രാക്ടീസ് ആണ് ഇങ്ങനെ ഒരു ഗംഭീര പെർഫോമൻസ് അരങ്ങിൽ എത്തിക്കാൻ? ജൂൺ മുതൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ജൂൺ മുതൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാ? എല്ലാവരുടെ പേരും ഒന്ന് വളരെ പെട്ടെന്ന്. പൂർണിമ. എൻ്റെ പേര് പൂർണിമ. പൂർണിമ. പൂർണിമയാണ് രാജാവ്. അല്ല, മെയിൻ ക്യാരക്ടർ ക്ലിയോപാട്ര രാജ്ഞി. അത് മന്ത്രി. മന്ത്രിയുടെ പേര്? മന്ത്രി സഞ്ജന. സഞ്ജന. ബാക്കിയുള്ളവരൊക്കെ ഭടന്മാരല്ലേ? അല്ലേ? പേര് പറയൂ. അനഘ, ദൂതൻ, ആരതി, ശ്രീലക്ഷ്മി, രേഷ്ക, അഭിരാമി, അവന്തിക, നിഹാരിക, സഞ്ജന, മാളവിക. ഓക്കെ, ഇതാണ് ഇവരുടെ ടീം. BSS ആലത്തൂർ ഗുരുകുലം സ്കൂള്. അവർ ഓവറോൾ ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കിയിട്ട് ഇവിടുന്ന് പോകൂ. കഴിഞ്ഞ തവണകളിലൊക്കെ പോകൂ എന്നുള്ള ഉറപ്പിച്ച് നിൽക്കുന്ന പിള്ളേരുടെ പെർഫോമൻസ് ആണ് കണ്ടത്. അപ്പോൾ നമ്മൾ മാത്രം നിന്ന് തള്ളിയാൽ പോരാ. എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികളുടെ ഈ ഡാൻസ്? എന്താന്ന് മനസ്സിലായോ? നന്നായിട്ടുണ്ട്. എന്താന്ന് മനസ്സിലായോ? ഒരു പെർഫോം ചെയ്തത് ചവിട്ട് നാടകമാണോ? ചവിട്ട് നാടകമാണെന്ന് മനസ്സിലായി. ഇതാ പറഞ്ഞു കൊടുത്തേ, എന്തായിരുന്നു നിങ്ങളുടെ തീമെന്ന്? ഞങ്ങള് ക്ലിയോപാട്രന്റെ തീമാണ് എടുത്തത്. ഈജിപ്തിന്റെ ഏകഛത്രപതിയായ ക്ലിയോപാട്രന്റെ ഒരു ഒന്ന് നീങ്ങി നിന്നാല് നമ്മൾ എല്ലാവരെയും ഫ്രെയിമിൽ കാണാം. ക്ലിയോപാട്രന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ കുറച്ച് ഒക്കെ നമ്മൾ ഇതിൽ എടുത്തിട്ടുണ്ട്. അവസാനത്തെ രംഗമായ മംഗളമാണ് ഇവിടെ നമ്മളിപ്പോൾ ചെയ്തത്. ഇതിനു മുമ്പ് യുദ്ധമുണ്ട്, ക്ലിയോപാട്രന്റെ ദർബാർ ഉണ്ട്, അഞ്ചൽക്കാരന്റെ സീനുണ്ട്, മന്ത്രിന്റെ സീനുണ്ട്. അങ്ങനെ കുറച്ച് നീണ്ട ഒരു 20 മിനിറ്റിന്റെ ഒരു പെർഫോമൻസ് ആണ് ചവിട്ട് നാടകം. അപ്പോൾ സാധാരണഗതിയിൽ ക്രിസ്തീയ അനുഷ്ഠാന കലയാണ് ഈ ചവിട്ട് നാടകം. നമ്മൾ കണ്ട് പരിചയിച്ച ഒരു ശീലമുള്ള കലകളല്ല. പ്രത്യേകിച്ച് നിങ്ങൾ തൃശ്ശൂരുകാർക്ക് ചവിട്ട് നാടകം എന്ന് പറയുന്നത് കലോത്സവ വേദികളിൽ മാത്രം നിങ്ങൾ കണ്ടതായിരിക്കും അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? നന്നായിട്ടുണ്ടായിരുന്നു. വളരെ നന്നായിരുന്നു. ഞാൻ പാരൻ്റാണ്. BSS ഗുരുകുലം മോള് പഠിക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഞങ്ങളാണ് സ്റ്റേറ്റിലെ ടോപ്പ്. ഇത് 13ാമത്തെ വർഷമാണ്. ഞങ്ങൾ എടുത്തിട്ട് പോകും.
അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഇവരോട് ചോദിച്ചത്, ഓവറോൾ കിരീടം നിങ്ങൾ കൊണ്ടേ പോകൂ എന്നാണ് ചോദിച്ചത്. ഏതായാലും മക്കളെ അടിപൊളിയായിരുന്നു, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. എന്തായാലും ചവിട്ടുനാടകത്തിന്റെ റിസൾട്ട് വന്നോ? വന്നിട്ടില്ല, വെയിറ്റിംഗ് ആണ്. ഒരു സംശയം വേണ്ട, എ ഗ്രേഡ് തന്നെയായിരിക്കും. അത്രയേറെ ഫുൾ പവർ പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ് മക്കളെ. അപ്പോൾ ഓവറോൾ കിരീടം വാങ്ങി കൈരളിയുടെ സ്റ്റുഡിയോയിൽ വരില്ലേ വൈകിട്ട്? കാണാമോ അപ്പോൾ?